ഭവനങ്ങളിലേക്ക് പോയി സുഖമായ ഉറക്കം ഞങ്ങൾക്ക് നൽകി പ്രഭാതത്തിൽ അവിടുത്തെ മുഖശോഭ കണ്ട് എഴുന്നേറ്റ് കർത്താവ് യാത്ര ചെയ്ത് ഇവിടെ വരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ നാഥ. ദൈവിക സാന്നിധ്യവും പരിപാലനവും അനുഭവിക്കാൻ കർത്താവ് ഇടയാക്കിയിട്ടുള്ള അവിടുത്തെ ദയയ്ക്കും കൃപയ്ക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വിശേഷം ഞങ്ങൾ ഒരുമിച്ച് തിരുപാദപീഠത്തെങ്കിൽ ഇന്ന് പ്രഭാതത്തിലായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അകത്തെ മനുഷ്യൻ പുതുക്കം പ്രാപിപ്പാൻ കർത്താവേ ഇന്ന് പകലും അവിടുന്ന് ഇടയാക്കണമേ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നതിനേക്കാൾ ഉപരി ആത്മിക ബലം ആത്മിക ശക്തി ഏറ്റെടുപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമേ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും പേരുപേരായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാ. കടന്നു വന്നിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കി തീർക്കണമേ. യാത്രകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരും കടന്നു വന്ന് ഒരുമിച്ച് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കുമാറാകണമേ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. നല്ല കർത്താവെ കർത്താവെ സങ്കീർത്തനങ്ങളെ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. നല്ല കർത്താവെ ദൈവവചന ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു നാഥാ. സ്തോത്രം ചെയ്യുന്നു ദൈവമേ. ഞങ്ങളുടെ മധ്യഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്നവരെല്ലാം ഒരു നിമിഷം ഓർക്കുന്നു കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തുമാറാകണമേ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തിരുക്കരങ്ങളിലേക്ക് അടിയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. മാനും മഹത്വം അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. സ്തോത്രം. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ. പാടും ഞാൻ പരമേശ്വരന് സതതം, എൻ്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശ്വരന് സതതം. ചേർന്ന കരങ്ങളെ അടിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സദതം. അത്രയുമല്ല ആശീർവാദം ഒക്കെയും ലഭിച്ചിടുവാൻ ആർത്തി കൊണ്ടു കാത്തിരുന്ന കാലമാതിരിക്കൽ. അത്രയുമല്ല ആശീർവാദം ഒക്കെയും ലഭിച്ചിടുവാൻ ആർത്തി കൊണ്ടു കാത്തിരുന്ന കാലമാതിങ്കൽ. ആർത്തിയെ തീർത്തവനെ ഞാൻ ആർത്തുഘോഷിച്ചിടുവാൻ, ആർത്തിയെ തീർത്തവനെ ഞാൻ ആർത്തുഘോഷിച്ചിടുവാൻ. ആർത്തിയറിഞ്ഞവൻ തന്റെ വാർത്തയെനിക്ക് യതൽ പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ മഹത്വമായി ജീവിച്ചിടാൻ മഹിമയിലാവിയാലെ പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. ആർക്കുമേവാൻ സാധ്യമല്ലാതെ ആത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവൻ മുന്നാർത്തിയോടെ കാത്തിരുന്നു ഞാൻ. ആർക്കുമേവാൻ സാധ്യമല്ലാതെ ആത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവൻ മുന്നാർത്തിയോടെ കാത്തിരുന്നു ഞാൻ. പാർത്തവനൻ ദുരിതങ്ങൾ ഓർത്തവനൻ പ്രാർത്ഥനകൾ, പാർത്തവനൻ ദുരിതങ്ങൾ ഓർത്തവനൻ പ്രാർത്ഥനകൾ, തീർത്തവനൻ ദുരിതങ്ങൾ വർത്തത്വത്തിനാവിയാലെ പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സതതം. ദൂതർക്കും കൂടാവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതർക്കും കൂടാവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതഗണം കാവലാക്കാൻ അനുദിനമെനിക്കവൻ, ദൂതഗണം കാവലാക്കാൻ അനുദിനമെനിക്കവൻ.
ദൂതകളും ഊനമെന്നെ നൽകിടുന്നു പാടും ഞാൻ പരമേശ്വരനും എന്റെ പാപമെല്ലാം പോക്കിയതൻ പാടും ഞാൻ പരമേശ്വരനും സദാ കഷ്ടതയോ പട്ടിണിയോ ഭദ്രവമോ നഗ്നതയോ കഷ്ടമേറ്റേശുവെ പൊന്നാക്കിടുന്നെ കഷ്ടതയോ പട്ടിണിയോ ഭദ്രവമോ നഗ്നതയോ കഷ്ടമേറ്റേശുവെ പൊന്നാക്കിടുന്നെ ഒട്ടാനേകം സിദ്ധന്മാരോടൊത്തു ചേർന്നു നിന്നു സ്തുതി ഒട്ടാനേകം സിദ്ധന്മാരോടൊത്തു ചേർന്നു നിന്നു സാധിടുവാനവൻ എന്നെ യോഗ്യനാക്കി തീർന്നതോർത്തു പാടും ഞാൻ പരമേശ്വരനും സദാ എന്റെ പാപമെല്ലാം പോക്കിയതൻ പാടും ഞാൻ പരമേശ്വരനും സദാ കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ എന്റെ കണ്ണിൽ കൊതിച്ചിടുന്നധികമായി കൊതുകമോടെ കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ എന്റെ കണ്ണിൽ കൊതിച്ചിടുന്നധികമോടെ കാലമേറെ ചെല്ലും മുൻപേ കാഹളനാദം കേൾക്കുവാൻ കാലമേറെ ചെല്ലും മുൻപേ കാഹളനാദം കേൾക്കും കാതുകളും കൊതിക്കുന്ന കാരുണ്യവാരിതേ ദേവ പാടും ഞാൻ പരമേശ്വരനും സദാ എന്റെ പാപമെല്ലാം പോക്കിയതൻ പാടും ഞാൻ പരമേശ്വരനും സദാ വാട്ടവും മാലിന്യവും ഒട്ടുമെച്ചിടാതെയുള്ളൊരു തമമ അവകാശം ലഭ്യമാകുക വാട്ടവും മാലിന്യവും ഒട്ടുമെച്ചിടാതെയുള്ളൊരു തമമ അവകാശം ലഭ്യമാകുക തിട്ടമായിട്ട് അവൻ എന്നെ ചേർത്തിടും പാടിയാറ് തിട്ടമായിട്ട് അവൻ എന്നെ ചേർത്തിടും പാടിയാറ് പാട്ടുപാടും കൂട്ടരുമായി കോടി കോടി യുഗങ്ങളായി പാടും ഞാൻ പരമേശ്വരനും സദാ എന്റെ പാപമെല്ലാം പോക്കിയതൻ പാടും ഞാൻ പരമേശ്വരനും സദാ കഷ്ടതയോ പട്ടിണിയോ ഭദ്രവമോ നഗ്നതയോ കഷ്ടമേ പൊന്നേശുവെ പോരാക്കിടുന്നെ കഷ്ടതയോ പട്ടിണിയോ ഭദ്രവമോ നഗ്നതയോ കഷ്ടമേ പൊന്നേശുവെ പോരാക്കിടുന്നെ ഒട്ടാനേകം സിദ്ധന്മാരോടൊത്തു ചേർന്നു നിന്നു സ്തുതി ഒട്ടാനേകം സിദ്ധന്മാരോടൊത്തു ചേർന്നു നിന്നു സ്തുതി കാത്തിടുവാൻ അവൻ എന്നെ യോഗ്യനാക്കി തീർന്നതൊന്നും പാടും ഞാൻ പരമേശ്വരനും സദാ എന്റെ പാപമെല്ലാം പോക്കിയതൻ പാടും ഞാൻ പരമേശ്വരനും സദാ കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ എന്റെ കണ്ണിൽ കൊതിച്ചിടുന്നധികമായി കൊതുകമോടെ കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ എന്റെ കണ്ണിൽ കൊതിച്ചിടുന്നധികമായി കൊതുകമോടെ കാലമേറെ ചെല്ലും മുൻപേ കാഹളനാദം കേൾക്കുവാൻ കാലമേറെ ചെല്ലും മുൻപ് കാതുകളും കൊതിക്കുന്ന കാരുണ്യവാരിതേ ദേവ പാടും ഞാൻ പരമേശ്വരനും സദാ എന്റെ പാപമെല്ലാം പോക്കിയതൻ പാടും ഞാൻ പരമേശ്വരനും സദാ കാറ്റവും മാലിന്യവുമേ ഒട്ടുമെച്ചിടാതെയുള്ളൊരു തമമ അവകാശം ലഭ്യമാകുവാൻ കാറ്റവും മാലിന്യവുമേ ഒട്ടുമെച്ചിടാതെയുള്ളൊരു തമമ അവകാശം ലഭ്യമാകുവാൻ തിട്ടമായിട്ട് അവൻ എന്നെ ചേർത്തിടും പാടിയാറ് അവൻ എന്നെ ചേർത്തിടും പാടിയാറ് പാട്ടുപാടും കൂട്ടരുമായി കോടി കോടി യുഗം പാടാൻ പാടും ഞാൻ പരമേശ്വരനും സദാ എന്റെ പാപമെല്ലാം പോക്കിയതൻ പാടും ഞാൻ പരമേശ്വരനും സദാ എന്റെ പാപമെല്ലാം പോക്കിയതൻ പാടും ഞാൻ പരമേശ്വരനും സദാ
ആരാധനയ്ക്ക് യോഗ്യരേ, ഞങ്ങളെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു നാഥ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു പച്ച, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുകയാണ്, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുകയാണ്, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകളെ വീണ്ടും ദൈവസന്നിധിയിൽ അടച്ച് തുടർന്നുള്ള ശുശ്രൂഷകളെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മ വീണ്ടും ഗാനങ്ങൾ പാടി നമുക്ക് അങ്ങേ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കൃപ ഓരോ നിമിഷവും അമ്മ ശുശ്രൂഷകളിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തേണ്ടതിന് അമ്മേ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ താഴ്ത്താം. നല്ല സങ്കീർത്തനങ്ങളെ, നല്ല പ്രബോധനങ്ങളെ, അമ്മേ ദൈവിക ആലോചനകളെ കേട്ട് കടന്നു വന്നതിനേക്കാളുപരി ആത്മിക ബലത്തോടെ മടങ്ങുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിന് അമ്മേ സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന നമുക്ക് ഏവർക്കും ഇന്നത്തെ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാകുവാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, വീണ്ടും ഒരിക്കൽ കൂടി അപ്പച്ചൻ്റെ പാദപീഠത്തിലേക്ക് സഭയോ കടന്നു വരുവാൻ ദൈവം ഒരുക്കുന്ന നല്ല സാവാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 2025 രണ്ടാമത്തെ ആഴ്ച കർത്താവേ, ഞങ്ങൾക്ക് ആരാധനയായി ദൈവത്തിനെ സ്തുതിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഒഴുകിയ നല്ല സാവാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച കാലം ഞങ്ങളായിരുന്നിടത്ത് കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു. യാത്രയിൽ കർത്താവിൻ്റെ പരിപാലനം കൂടെയിരുന്നു. ഞങ്ങൾക്ക് ഭക്ഷിപ്പാൻ, ആഹാരം ധരിപ്പാൻ, വസ്ത്രം തന്നു. ദൈവം ഞങ്ങളെ എത്രത്തോളം സഹായിച്ചു. തന്ന ജീവനായി സ്തോത്രം. ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പാൻ നീ ഞങ്ങൾക്ക് തന്ന ജീവനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പോലെ അപ്പച്ചൻ്റെ
പാദപീഠത്തിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. കർത്താവേ ഹല്ലേലൂയ. കർത്താവേ ജനത്തെ കൂട്ടി വരുത്തണമേ. വഴിമധ്യയുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റി കർത്താവ് കാലാവസ്ഥ അനുകൂലമാക്കി സകലമയത്ത് എല്ലാവരും കടന്നു വരുവാൻ ദൈവം സഹായിക്കണമേ. ഇന്ന് പോലെ കർത്താവേ ഹല്ലേലൂയ. ദൈവദാസനി കൂടെ കർത്താവ് തന്നെ സങ്കീർത്തനം തരുവാൻ അനേ കർത്താവേ ദൈവദാസൻ ഹല്ലേലൂയ. കർത്താവ് സൂക്ഷിപ്പോൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണേ. കർത്തമേശയിൽ കർത്താവെ പ്രാഗൽഭ്യത്തോടെ എടുക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ പ്രബോധനങ്ങൾ നല്ല കർത്താവെ ഹല്ലേലൂയ സാക്ഷ്യങ്ങൾ പറയുവാൻ ദൈവമേ സഹായിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ സൂക്ഷിച്ച ദൈവത്തിന് നന്ദി കരേറ്റുവാൻ ദൈവം ഇന്ന് പാലും ഞങ്ങൾക്ക് കൂട്ടി വന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം. സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ ബുദ്ധിയുള്ള ആരാധനയായി കർത്താവിൻ്റെ സന്നിധാനത്ത് കർത്താവെ ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ആരാധന കർത്താവ് ഈ ലോകത്തിന് അനുരൂപ നന്മയും പൂർണ്ണയും പ്രസാദമുള്ള ദൈവം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരമുള്ളതായി ദൈവം കർത്താവ് സഹായിക്കണമേ. ദൈവത്തിൻ്റെ കരുണയ്ക്കായി സ്തോത്രം. ഞാനോ നീതി നിൻ്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. ഇതുപോലെ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം, നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അതിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ചെവിക്കൊള്ളുന്ന ദൈവം, ഞങ്ങളുടെ മധ്യമുള്ളതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അല്പസമയം ദൈവസന്നിധി ഞങ്ങളായിരിക്കും ദൈവം ഞങ്ങളെ ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ ശക്തിയോടെ കർത്താവെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ കുറവുകളെ ഓർക്കാതെ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ വ്യാപരിക്കണേ. ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ കുറവുള്ളവരാണ് കർത്താവെ. എന്നാൽ ഹല്ലേലൂയ ഞങ്ങളെ താങ്ങുന്ന ദൈവം, ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവം ഇന്ന് പോലെ ഞങ്ങളുടെ മധ്യമുള്ളതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 68-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. സാംസ് നമ്പർ 68. സാംസ് നമ്പർ 68 68-ാമത്തെ സങ്കീർത്തൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ 34, 35 വാക്യങ്ങൾ ചേർന്ന് പാടിയും കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. സാംസ് 68 സങ്കീർത്തനങ്ങൾ 68. എല്ലാ പ്രിയപ്പെട്ടവരും എടുത്തു എന്ന് കരുതുന്നു. 68-ാം സങ്കീർത്തനം. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും, അതേ അവർ സന്തോഷത്തോടെ ആനന്ദിക്കും. ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. ദൈവമേ, നീ നിന്റെ ജനത്തിന് മുമ്പായി പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടി നടകൊണ്ടപ്പോൾ ദൈവമേ, നീ ധാരാളം മഴ പെയ്ച്ച് ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു. കർത്താവ് ആജ്ഞ കൊടുക്കുന്നു, സുവാർത്ത ദൂതികൾ വലിയൊരു ഗണമാകുന്നു. നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിന്റെ ചിറക് വെള്ളി കൊണ്ടും അതിന്റെ തൂവലുകൾ പൈമ്പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെയാകുന്നു. ബാഷാൻ പർവ്വതം ദൈവത്തിന്റെ പർവ്വതമാകുന്നു. ബാഷാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാകുന്നു. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി കോടിയുമാകുന്നു. കർത്താവ് അവരുടെ ഇടയിൽ സീനായിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതേ, ദൈവം തന്റെ ശത്രുക്കളുടെ തലയും തന്റെ അകൃത്യത്തിൽ നടക്കുന്നവന്റെ രോമമുള്ള നെറുകയും തകർത്തു കളയും. ഞാൻ അവരെ ബാഷാനിൽ നിന്ന് മടക്കി വരുത്തും, സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അവരെ മടക്കി വരുത്തും. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു.
അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബൂലൂൻ പ്രഭുക്കന്മാരും നപ്താലി പ്രഭുക്കന്മാരും ഉണ്ട്. യെരൂശലേമിലുള്ള നിന്റെ മന്ദിര നിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരും. മിസ്രൈമിൽ നിന്ന് മഹത്തുക്കൾ വരും. കൂശ് വേഗത്തിൽ തന്റെ കൈകളെ ദൈവത്തിങ്കിലേക്ക് നീട്ടും. പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാടുവീൻ. ഇതാ അവൻ തന്റെ ശബ്ദത്തെ ബലമേറിയ ഒരു ശബ്ദത്തെ കേൾപ്പിക്കുന്നു. ഇസ്രായേലിലും അവന്റെ ബലം മേഘങ്ങളിലും വിളങ്ങുന്നു. ദൈവമേ നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ആമേൻ ശക്തിയും ബലവും കൊടുക്കുന്നു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് കർത്താവിനൊന്ന് മഹത്വം കരേറ്റാമല്ലോ. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്, നമ്മെ അതിശയകരമായി നടത്തുന്ന കർത്താവ്, നമ്മെ സ്തോത്രം നമ്മെ ഓരോ നിമിഷവും അവിടുത്തെ കരത്തിൽ വഹിക്കുന്ന നമ്മുടെ കർത്താവ് ഇന്ന് പകലും നമ്മോട് കൂടെയുള്ളത് കൊണ്ട് അവിടുന്ന് നടത്തുന്ന വിധങ്ങളെ ഓർത്ത്, അവിടുന്ന് പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്ത്, അവിടുന്ന് കരുതുന്ന വിധങ്ങളെ ഓർത്ത്, അവിടുന്ന് ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ഒരു നിമിഷം നന്ദിയുള്ള ഹൃദയത്തോടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് കർത്താവിന് നന്ദി കരേറ്റാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയരെ, നമുക്ക് ഒരുമിച്ച് ഈ 2025 ആണ്ടിന്റെ 2ാമത്തെ ആഴ്ചയിൽ ധൈര്യത്തോടെ ആനന്ദത്തോടെ സന്തോഷത്തോടെ ബലത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ അവിടുന്ന് നമുക്ക് കൃപ ചെയ്തല്ലോ. ഹല്ലേലൂയ. ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകിയല്ലോ. ആമേൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായി, ആ രക്തത്തിന്റെ വില അറിഞ്ഞവരായി, വിലയേറിയവരായി അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. ആമേൻ. നന്ദിയുള്ള ഹൃദയത്തോടെ നാം ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആമേൻ ഇന്ന് പകൽക്കാലവും നമുക്ക് ചേർന്ന് പാടാം. അത്യുന്നതൻ മഹോന്നതൻ യേശുവേ നീയേ, മാനവും മഹത്വവും നിനക്ക് മാത്രമേ. മാറാത്ത മിത്രം യേശു എൻ്റെ ദേവാദി ദേവൻ യേശു, നിത്യനാം ദൈവം യേശു എൻ്റെ രാജാതിരാജൻ. ചേർന്ന് നമുക്ക് ഒരുമിച്ച് ആമേൻ സ്തോത്രം പാടി കർത്താവിനെ മഹത്വം. എന്റെ ദേവാദിദേവ
ആരുള്ളൂ യേശുവേ, ആശ്രയിപ്പാൻ ഒരേ നാമം യേശുവിൻ നാമമേ. ഓ അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആരുള്ളൂ യേശുവേ, ആശ്രയിപ്പാൻ ഒരേ നാമം യേശുവിൻ നാമമേ. നല്ല സ്നേഹിതനായി യേശു എൻ കൂടെയുള്ളതാ, എന്തോരാനന്ദം ജീവിത സൗഭാഗ്യമേ. ഓ പാടിടും ഞാൻ ഘോഷിക്കും എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും സ്നേഹം എത്ര മാധുര്യം. പാടിടും ഞാൻ ഘോഷിക്കും എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും സ്നേഹം എത്ര മാധുര്യം. അന്ത്യത്തോളം നിൻ ക്രൂശിന്റെ വചനം സാക്ഷിപ്പാൻ താരുന്നു ഞാൻ സമ്പൂർണനായി നിനക്കായി ശോഭിപ്പാൻ. അന്ത്യത്തോളം നിൻ ക്രൂശിന്റെ വചനം സാക്ഷിപ്പാൻ തരുന്നു ഞാൻ സമ്പൂർണമായി നിനക്കായി ശോഭിപ്പാൻ. പകരു ശക്തി എന്നിൽ നാദ നിനക്കായി പോയിടാം. വിശ്വസദാസനായി എന്നെ തൃക്കയ്യാൽ തരുന്നിതാ. പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹമെത്ര മാധുര്യം.
എല്ലാവർക്കും ചേർന്ന് ഒരു ഗാനവും കൂടെ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ. പാടും ഞാൻ യേശുവിന് അതുല്യ സ്നേഹത്തെ, പാലിൽ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ. ചേർന്ന് കരങ്ങളെ അടിച്ചു പാടി കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ഞാൻ യേശുവിൻ അതുല്യ സ്നേഹത്തെ, പാരിൽ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ. പാടും ഞാൻ യേശുവിൻ അതുല്യ സ്നേഹത്തെ, പാരിൽ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ. പാവനാമാം ചട്ടമെന്റെ കീർത്തനങ്ങളാത്രി, നാൾതോറും അവകളെ ധ്യാനിക്കുന്നു. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. പർവ്വതമാം സമപ്രശ്നങ്ങളാലെ നിർവാഹമില്ലാതെ ഞാൻ അലയുമ്പോ, പർവ്വതമാം സമപ്രശ്നങ്ങളാലെ നിർവാഹമില്ലാതെ ഞാൻ അലയുമ്പോ, നിർമ്മാണ പദ്ധതി തന്നിൽ അവൻ എന്നെ നടത്തി കർമ്മയോഗിയാക്കും എന്നെ അനുദിനവും. നിർമ്മാണ പദ്ധതി തന്നിൽ അവൻ എന്നെ നടത്തി കർമ്മയോഗിയാക്കും എന്നെ അനുദിനവും. യേശുവൻ പ്രിയൻ, യേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. കണ്ണുനീർ താഴ്വരയാൽ നടന്നാലും എണ്ണപ്പെട്ടോരാരും കൂട്ടിലെന്നാലോ. കണ്ണുനീർ വഴിത്താര ഞാൻ നടന്നാലും എണ്ണപ്പെട്ടോരാരും കൂട്ടില്ലെന്നാലും. എന്തിനു എന്നുള്ളം വൃഥാ കലങ്ങുന്നു വാണു, എന്നെ സ്നേഹിക്കുന്ന യേശു ബലഹീനനോ. എന്തിനു എന്നുള്ളം വൃഥാ കലങ്ങുന്നു വാണു, എന്നെ സ്നേഹിക്കുന്ന യേശു ബലഹീനനോ. യേശുവൻ പ്രിയൻ, യേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, യേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെ വിശ്വാസം കാപ്പാൻ. കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെ വിശ്വാസം കാപ്പാൻ. വിശ്വാസത്തിൽ നായകനും പൂർത്തിമാനുമായ യേശുവെ മാത്രം ഞാൻ നോക്കിയിടുവേ. വിശ്വാസത്തിൽ നായകനും പൂർത്തിമാനുമായ യേശുവെ മാത്രം ഞാൻ നോക്കിയിടുവേ. ഓ യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. മണ്ണാമൻ കൂടാരമഴിഞ്ഞിടുമെന്നോ, എൻ പ്രിയൻ വരവും സമീപമായെന്നോ. മണ്ണാമൻ കൂടാരം അഴിഞ്ഞിടുമെന്നോ, എൻ പ്രിയൻ വരവും സമീപമായെന്നോ. ഏതിനും ഞാൻ ഒരുങ്ങുന്നു കൃപയാൽ നാൾ തോറും, എനിക്കെന്റെ ഇമ്പ വീട്ടിൽ പോയാൽ മതി. ഏതിനും ഞാൻ ഒരുങ്ങുന്നു കൃപയാൽ നാൾ തോറും, എനിക്കെന്റെ ഇമ്പ വീട്ടിൽ പോയാൽ മതി. ഓ യേശുവൻ പ്രിയൻ, യേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. കണ്ണുനീർ താഴ്വര ഞാൻ നടന്നാലും എണ്ണപ്പെട്ടോരാരും കൂട്ടിലെന്നാലും. കണ്ണുനീർ വഴിത്താര ഞാൻ നടന്നാലും
എണ്ണപ്പെട്ടോരാരും കൂട്ടില്ലെന്നാലും എന്തിനോ എന്നുള്ള മൃത കലങ്ങുന്നു ആണോ എന്നെ സ്നേഹിക്കുന്ന യേശു ബലഹീനോ എന്തിനോ എന്നുള്ള മൃത കലങ്ങുന്നു ആണോ എന്നെ സ്നേഹിക്കുന്ന യേശു ബലഹീനോ യേശുവൻ പ്രിയൻ യേശുവൻ പ്രിയൻ യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ യേശുവൻ പ്രിയൻ യേശുവൻ പ്രിയൻ യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെന്റെ വിശ്വാസം കാപ്പാൻ കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെന്റെ വിശ്വാസം കാപ്പാൻ വിശ്വാസത്തിൻ നായകനും പൂർത്തിമാനുമായ യേശുവെ മാത്രം ഞാൻ നോക്കിയിടുമേ വിശ്വാസത്തിൻ നായകനും പൂർത്തിമാനുമായ യേശുവെ മാത്രം ഞാൻ നോക്കിയിടുമേ ഓ യേശുവൻ പ്രിയൻ യേശുവൻ പ്രിയൻ യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ യേശുവൻ പ്രിയൻ യേശുവൻ യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ മണ്ണാമൻ കൂടാരമഴിഞ്ഞിടുമെന്നോ പ്രിയൻ വരവും സമീപമായെന്നോ മണ്ണാമൻ കൂടാരം അഴിഞ്ഞിടുമെന്നോ പ്രിയൻ വരവും സമീപമായെന്നോ ഏതിലും ഞാൻ ഒരുങ്ങുന്നു കൃപയാൽ നാൾതോറും എനിക്കെന്റെ വീട്ടിൽ പോയാൽ മതി ഏതിലും ഞാൻ ഒരുങ്ങുന്നു കൃപയാൽ നാൾതോറും എനിക്കെന്റെ വീട്ടിൽ പോയാൽ മതി യേശുവൻ പ്രിയൻ യേശുവൻ പ്രിയൻ യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ 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 യേശുവൻ പ്രിയൻ യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ Glory, 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 amen, amen, hallelujah, hallelujah, glory, glory, hallelujah, hallelujah, glory, 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 യേശുവിൻ നാമം glory, 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 യേശുവിൻ നാമം glory, 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 hallelujah, hallelujah, യേശുവിൻ നാമം Hallelujah, hallelujah, ആരാധനയ്ക്ക് യോഗ്യരേ.
Hallelujah, hallelujah. Ore bharavara baudavara gana hathara jagal khaudavara. Khathave, hallelujah, hallelujah, hallelujah. Khathave, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു നാഥാ, hallelujah. അപ്പോൾ തുടർന്നുള്ള സമയങ്ങളിലും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കും ഏകാഗ്രതയോടെ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ അടിയങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. നല്ല സാക്ഷ്യങ്ങളെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ. ദൈവകൃപ പകരുമാറാകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിലിരുന്നു. കർത്താവിന് മഹത്വം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ഇന്ന് പ്രഭാതത്തിലും ദൈവസന്നിധിയിലായിരിക്കാനും നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒരവസരവും കൂടെ ഈ ഭൂമുഖത്ത് ലഭിച്ചതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, വിശേഷാൽ നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, എൽഡേഴ്സായിട്ടുള്ളവർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. സ്തോത്രം. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ വിലയേറിയതാണ്, വിലപ്പെട്ടതാണ് എന്ന തിരിച്ചറിവോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ ഇടയാക്കുന്നുവല്ലോ. ആമേൻ. സ്തോത്രം. ഈ 2025 രണ്ടാമത്തെ ആഴ്ചയിൽ കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ദിവസങ്ങളൊക്കെ ആമേൻ നാം ചിന്തിക്കുമ്പോൾ വളരെ വേഗത്തിൽ ആണ്ടുകളും നാളുകളും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം, ഓരോ നിമിഷവും ദൈവസന്നിധിയിലായിരിക്കുന്നത്, ദൈവസന്നിധി കടന്നു വരുന്നത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നാം വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഈ 68-ാം സങ്കീർത്തനത്തിൽ. ഇതിനകത്തെ ചില വാക്യങ്ങൾ നാം പലപ്പോഴും വായിക്കുകയും ഉരുവിടുകയും ധ്യാനിക്കുകയും ആമേൻ സ്തോത്ര ആത്മാവിൽ ബലം ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. ഇത് ദാവീദിൻ്റെ ഒരു ഗീതമാണെന്ന് എൻ്റെ ശീർഷകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ ഭൂതകാല അനുഭവത്തിൽ നിന്ന് ആമേൻ ഭാവിയെ വീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ എന്നെ നടത്തിയ കർത്താവ്, ഇന്നും ഈ നിമിഷം വരെ എന്നെ പരിപാലിച്ച കർത്താവ്, ഇനി മേലാലും എന്നെ നടത്തുവാൻ പരിപാലിക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ് എന്ന സങ്കീർത്തനക്കാരൻ ഉറപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 68-ാം സങ്കീർത്തനം. ആമേൻ. ദൈവത്തിൻ്റെ ബലം തന്നിലേക്ക് പകരപ്പെട്ടപ്പോൾ ആമേൻ ഏത് കാലത്തും സത്യത്തെ അന്വേഷിക്കുന്നവർക്ക്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് വിജയം ഉണ്ട് എന്നും ആത്മധൈര്യം അവർക്കുള്ളതാണെന്നും ഈ സങ്കീർത്തനക്കാരൻ
ആമേൻ. സ്തോത്ര സങ്കീർത്തനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. ആമേൻ. ഈ 68-ാം സങ്കീർത്തനം തന്നെ അതിൻ്റെ 19-20 വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ശത്രു എത്ര പ്രബലനായിരുന്നാൽ വിടുവിപ്പാൻ ശക്തനായൊരു ദൈവത്തിൻ്റെ കരം തൻ്റെ ജനത്തോട് കൂടെയുണ്ട്. ആമേൻ. ശത്രു ശക്തനാണെങ്കിൽ ദൈവം സർവശക്തനാണ് എന്ന യാഥാർത്ഥ്യം ഇവിടെ വിളിച്ചറിയിക്കുക. എൻ്റെ 19-ാമത്തെ വാക്യം നാം എപ്പോഴും വായിക്കാറുള്ള വാക്യമാണ്. അവിടെ നാം വായിക്കുന്നത്, ആമേൻ, സ്തോത്രം, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന ഒരു കർത്താവ്, നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കർത്താവ്, നമ്മെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവ്, സ്തോത്രം, ഗർഭം മുതൽ നമ്മെ താങ്ങുന്ന ഒരു കർത്താവ്, സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്ന, ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബിൻ്റെ ഗ്രഹവും ഇസ്രായേലിൻ്റെ ഗ്രഹവുമായുള്ളവരെ, നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. നിങ്ങൾ മരിക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും, ഞാൻ വഹിക്കുകയും ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. സ്തോത്രം. അങ്ങനെയെങ്കിൽ അവൻ അമ്മയുടെ ഉദരം മുതൽ ഈ നാൾ വരെ നമ്മെ നടത്തിയ വഹിച്ച കർത്താവ് അവയെ വാർദ്ധക്യം വരെയും വഹിക്കുവാൻ ശക്തനാകയാൽ, നമ്മുടെ ഭാരങ്ങളെ ചുമപ്പാൻ ശക്തനാകയാൽ, സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുക, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അതേ, നമ്മുടെ കർത്താവ് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്, ഓരോ ദിനവും നമ്മെ അതിശയകരമായി നടത്തുന്ന കർത്താവ്, നമ്മെ സ്തോത്രം പരിപാലിക്കുന്ന കർത്താവ്. അതാണ് 20-ാം വാക്യം ചേർത്ത് വായിക്കുന്നത്. അവൻ ഉദ്ധാരണങ്ങളുടെ ദൈവമാ, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളവയാ. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ബൈബിൾ കൈവശമുള്ള പ്രിയപ്പെട്ടവരെല്ലാം ചേർന്ന് ആ 19-ാമത്തെ വാക്യം ഒരുമിച്ചൊന്ന് വായിക്കാമോ? നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതെ, നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. അവൻ ഉദ്ധാരണങ്ങളുടെ ദൈവമാ, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാണ്. സ്തോത്ര. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയം സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ പഠിച്ചിട്ടുള്ള വാക്യം എഴുന്നേറ്റ് നിന്ന് പറയുമ്പോൾ, ചിൽഡ്രൻ ക്യാൻ സ്റ്റാൻഡ് ടുഗെദർ and they will recite the Bible verse. Just Jacob will come forward and will lead the session. Praise the Lord. Psalms 1 verses 1 and 2. Blessed is the man who walks not in the counsel of ungodly, nor stands in the path of sinners, nor sits in the seat of scornful, but his delight is in the law of the Lord, and in his law he meditates day and night. Amen. 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 Shout hallelujah. ആമേൻ. സ്തോത്രം. നമുക്ക് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം അവരെ നടത്തി പരിപാലിച്ച കർത്താവ് ഇനിമേലാലും അവരെ നടത്തുമാറാകണമേ. കർത്താവെ, അവരുടെ ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും സ്വർഗത്തിലെ ദൈവം നൽകുമാറാകണമേ. സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും അവർ കളിക്കുമ്പോഴും അവരേർപ്പെടുന്ന എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ സാന്നിധ്യം ഇരിക്കണമേ. ബാലാരിഷ്ടങ്ങളൊന്നും കൂടാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമേ. ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറാകുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു നിമിഷം ഓർക്കുന്നു കർത്താവേ. കർത്താവ് ബലപ്പെടുത്തുമാറാകണമേ. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും ദൈവത്താൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവരായി, കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവരായി, ആത്മനിയോഗത്താൽ സഞ്ചരിക്കുന്നവരായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങൾ സഭയായി ഒരുമിച്ച് ചേർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ
കർത്താവ് അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യു ഓൾ മേ ബി സീറ്റഡ്. മുതിർന്ന പ്രിയപ്പെട്ടവർ, സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയത്തെ വേർതിരിക്കുന്നു. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നവർ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം പിന്നെയും എൻ്റെ കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും ദൈവമായ കർത്താവിനെ ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, ബലത്തോടെ പിന്നെയും ഒരു പ്രാവശ്യം കൂടെ കൂട്ടിവരുത്തിയതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ 1.5 മാസക്കാലം ഹല്ലേലൂയ എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം സന്തോഷമായി ഈ ദേശത്തായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കി. ഇവിടെയുള്ള ദൈവസഭയോടൊന്നിച്ചുള്ള കൂട്ടായ്മ ഹല്ലേലൂയ, കർത്താവിൻ്റെ ദാസനോടൊന്നിച്ചുള്ള കൂടിവരവ് ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം എന്നെ ശക്തീകരിച്ചു. കർത്താവ് അനുവദിച്ചാൽ ഹല്ലേലൂയ തിങ്കളാഴ്ച വൈകിയ വേളയിൽ ഹല്ലേലൂയ മടങ്ങി പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. എൻ്റെ വഴിയാത്രയൊക്കെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കേണ്ടതിന് ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഇന്നുവരെ കർത്താവിൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളെയും എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് ഇന്ന് കാലം പറഞ്ഞു തീരാത്ത ദാനം നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ടിരുന്നു. ആമേൻ. സ്തോത്രം, സ്തോത്രം. Praise Lord. Greetings to you all in the matchless name of our Lord and Savior Jesus Christ. The Lord was good to me and He kept me safe and sound for the past few years while I was in Manipal. By God's grace, I was able to travel to Oman on the 5th, and I'm here for a 2-week vacation, so I'll be traveling back to Manipal on the 20th. I request you all to keep in your prayers while I'm here. I also have another prayer request. Both my uncle and my grandfather have been feeling unwell, but recently my uncle, who's my dad's brother, he's been going through a lot of pain and complications in regards to his health. I thank all those who have kept him in your prayers, but I request you all to continue praying for his speedy recovery. I'd like to read a verse from the Bible, Psalms 34 verse 10. The young lions do lack and suffer hunger, but they that seek the Lord shall not want any good thing. Amen. ആമേൻ, ആമേൻ. സ്തോത്രം. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ അതിരാവിലെ സമയത്ത് ഇവിടെയുള്ള ദൈവസഭയോട് ചേർന്ന് എൻ്റെ ദൈവത്തെ ആരാധിപ്പാൻ, എൻ്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിന് അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ കടന്നു വരുവാനായി ദൈവം സഹായിച്ചു. വഴിയാത്രയെല്ലാം കൂടെ ഇരുന്നു. എന്നാൽ ഇവിടുത്തെ തണുപ്പ് അല്പം ബുദ്ധിമുട്ടായി തോന്നി. ശരീരത്തിന് നല്ല സുഖമില്ലായിരുന്നു. എങ്കിലും കർത്താവ് ഇത്രത്തോളം സൗഖ്യം തന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പം ആരാധിപ്പാനൊക്കെ ദൈവം എനിക്ക് അവസരത്തെ തന്നോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എത്ര കാലം ഇവിടെ ആയിരിക്കുമെന്ന് അറിയുന്നില്ല. അത്രയും കാലം ആരോഗ്യത്തോടെ, സമാധാനത്തോടെ, സ്വസ്ഥതയോടുകൂടെ എൻ്റെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവമക്കളെല്ലാവരും പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വേർപാട് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയാസമായിരുന്നു. എന്നാലും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. യഹോവ നല്ലവനെന്നൊരു ചെറിയവനെ സർപ്രാപിക്കുന്നു. ഭാഗ്യവാൻ. ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് എൻ്റെ ശുശ്രൂഷകാലം അങ്ങയുടെ നാമത്തിനായി നിൽക്കുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയെ പിന്നെ ക്ഷണിച്ചുകൊണ്ട് അടുത്ത ദിവസം ഇരുന്നു കൊള്ളുന്നു. ആമേൻ. സ്തോത്രം, സ്തോത്രം. സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയാനായിട്ട്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവദാസൻ്റെ ദൈവമക്കളുടെ മുമ്പേ പ്രത്യേക മമ്മിയോട് ഒരുമിച്ച് ഞങ്ങൾ നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവധിയോടനുബന്ധിച്ച് നാട്ടിൽ കടന്നു പോകാനും വിവിധ സ്ഥലങ്ങളിലൊക്കെയും കടന്നു പോകാനും ഒക്കെ ദൈവം കൃപ ചെയ്തു. ഞങ്ങളെ പോക്കിൽ അവിടെ ആയിരുന്നപ്പോൾ മടക്കയാത്രയിലൊക്കെ ദൈവത്തിൻ്റെ കൃപയനുപ്പാൻ ദൈവം കൃപ ചെയ്തു. വിവിധ മിഷൻ അതേപോലെ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ പങ്കാളിയാകുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തു. കഴിഞ്ഞ വർഷം ദൈവം അത്ഭുതമായ ജയങ്ങൾ നടത്തി. ഇന്നത്തെ വാക്യം നമ്മൾ വായിച്ച പോലെ തന്നെ സങ്കീർത്തനം 68:19 പറയുന്ന പോലെ നമ്മുടെ രക്ഷയായ ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നു. ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് ലോഡ് അസ് വിത്ത് ദി ബെനിഫിറ്റ്സ് ഡെയിലി. ഹല്ലേലൂയ. നമ്മൾക്ക് ഹല്ലേലൂയ നന്മകളെ ദിവസം നൽകി അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ കരുതലിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷം അത്ഭുതമായ ദൈവം ഞങ്ങൾ നടത്തി. പുതിയ വർഷവും ദൈവതപ്രകാരം ഞങ്ങൾ കുടുംബം മുന്നേറി നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. അതേപോലെ നാട്ടിൽ എൻ്റെ മാതാവ് ശാരീരിക ക്ലേശം അനുഭവിക്കുന്നത് 97 വയസ്സായി. പ്രത്യേകം പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ. സ്തോത്രം. നമുക്ക്
സാക്ഷിവാചകങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരെയെല്ലാം ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് നമുക്ക് ഒരുമിച്ച് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേക പ്രിയ ജിൻ സിസ്റ്ററുടെ മാതാവ് കഴിഞ്ഞ ഏകദേശം 1.5 മാസത്തോളം ഇവിടെ കുഞ്ഞുങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ഇവിടെ ആയിരുന്ന സമയങ്ങളിലെല്ലാം കർത്താവിൻ്റെ പരിപാലനവും കൃപയും അനുഭവിപ്പാൻ കർത്താവ് സഹായിച്ചു. കർത്താവ് ബലത്തോടെ നിർത്തിയല്ലോ. സ്തോത്രം. നാട്ടിലേക്ക് മടങ്ങുമ്പോൾ കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തിങ്കളാഴ്ച വൈകിട്ടാണല്ലോ മടങ്ങുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കേണ്ടതിന് കർത്താവ് ബലപ്പെടുത്തേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ശാരീരികമായി സൗഖ്യവും മാനസികമായി ബലവും ഒക്കെ കർത്താവ് പകർന്ന് ശക്തീകരിക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേക പ്രിയ ജമീമ മോളെ ദൈവകരങ്ങൾ ലഭിച്ച് പ്രാർത്ഥിക്കാമല്ലോ. വെക്കേഷനുള്ള ബന്ധത്തിൽ ഇവിടെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ. പ്രവേദനയും പഠനത്തെയും ഒക്കെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശേഷാൽ സ്തോത്ര പ്രിയ ജമീമ പറഞ്ഞ പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് ദൈവകരങ്ങളിൽ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജെയിംസ് കെ ബ്രാം ബ്രദറിൻ്റെ സഹോദരൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ശാരീരികമായി വളരെ പ്രയാസത്തിലൂടെ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവ് പൂർണ്ണ സൗഖ്യവും ബലവും ഒക്കെ നൽകി സ്തോത്രം ബലപ്പെടുത്തേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് വേണ്ട സൗഖ്യവും ബലവും ഒക്കെ പകരേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വിശേഷ പ്രിയ പൈതൽ ഇവിടെ ആയിരിക്കുന്ന ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. അതുപോലെ പ്രിയ വർഗീസ് പൗലോസ് ബ്രദറിൻ്റെ മദറിലോ പ്രിയ മിനിസിസ്റ്റർ മാതാവ് സ്തോത്രം നമ്മോട് കൂടെ ആയിരിക്കുന്ന പോലെ കഴിഞ്ഞ ഞായറാഴ്ച പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്ന് പ്രത്യേകം അറിയിച്ചതുപോലെ കാലാവസ്ഥയുടെ പ്രയാസങ്ങളിലൊക്കെ ആയിരിക്കുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് വേണ്ട ശാരീരിക സൗഖ്യവും ബലവും ഒക്കെ നൽകേണ്ടതിന് ഇവിടെ ആയിരിക്കുന്ന സമയം അത്രയും കർത്താവിൻ്റെ കൃപ കൂടെ ഇരുന്ന് ബലപ്പെടുത്തേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വേർപാടിൻ്റെ ദുഃഖത്തിലായിരുന്ന സമയങ്ങളൊക്കെ ഉണ്ടെന്ന കർത്താവ് പ്രിയ സ്തോത്ര അമ്മ ഇത്രത്തോളം ബലപ്പെടുത്തിയല്ലോ, ശക്തീകരിച്ചല്ലോ. ദൈവിക സാന്നിധ്യം കൂടെ ഇരുന്ന് പ്രത്യാശയാൽ നിറച്ചല്ലോ. അതൊക്കെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. വീണ്ടും കർത്താവ് ശക്തീകരിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വർഗീസ് പൗലോസ് ബ്രദറിനെയും കുടുംബമായി ദൈവകരങ്ങളിൽ വീണ്ടും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവധിയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ നാളുകളിൽ നാട്ടിലായിരുന്ന സമയങ്ങളിലൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം കൃപയും കൂടിയിരുന്നു. വിവിധ ഇടങ്ങളിൽ പ്രിയപ്പെട്ടവരെ സഞ്ചരിച്ച് പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടു. എല്ലാറ്റിലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് പ്രിയ മാതാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മോട് പറഞ്ഞതുപോലെ സ്വത വാർദ്ധക്യത്തിലായിരിക്കുന്ന സമയങ്ങളിൽ ശാരീരിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നല്ലോ. കർത്താവ് ബലപ്പെടുത്തേണ്ടതിന് ആരോഗ്യത്തോടെ ബലത്തോടെ സ്തോത്രശിഷ്ടായുസ് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്ര ഈ വിഷയങ്ങളോട് ചേർന്ന് ചില വിഷയങ്ങളും കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിക്കട്ടെ. നാം എല്ലാവരും അറിഞ്ഞതുപോലെ നമ്മുടെ പ്രിയ പൊന്നച്ചായൻ്റെ ഇളയ സഹോദരൻ ബ്രദർ തോമസ് പി കെ കുഞ്ഞുവൻചായൻ്റെ വൈഫ് സിസ്റ്റർ സീന തോമസ് കഴിഞ്ഞ ദിവസം കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടല്ലോ. ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തിങ്കളാഴ്ചയായിരിക്കും ഫ്യൂണറൽ നടക്കുന്നത്. ശുശ്രൂഷകളെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് സ്തോത്രം ആ ഭവനത്തെ കർത്താവ് ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രിയ ജോവാഷ് മോനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. നാം അറിഞ്ഞിരിക്കുന്ന പോലെ നാളെ ഒരു എക്സ്റേയും ഒരു ബ്ലഡ് ടെസ്റ്റും ഒക്കെ ഉണ്ട്. അതെല്ലാം നോർമലായി തീരുവാനും അവർ പൂർണ്ണ ആരോഗ്യത്തോടെ പൈതലിവിടെ കടന്നു വന്ന് സ്കൂളിലൊക്കെ പോകുവാനും കർത്താവ് സഹായിക്കേണ്ടതിന് പ്രിയ ജോവാഷിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാളെ നടക്കുന്ന പിക്നിക്ക് അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വരുന്ന നാളുകളിൽ നടക്കുന്ന നമ്മുടെ കൺവെൻഷൻ അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ബാബു പൊടിക്കുഞ്ഞ് ബ്രദർ അദ്ദേഹത്തിൻ്റെ ഹെർണിയയുടെ സർജറി ഇന്ന് നടക്കുന്നു. കർത്താവ് സ്തോത്രം സാന്നിധ്യം കൂടിയിരിക്കേണ്ടതിന് കർത്താവ് ബലപ്പെടുത്തേണ്ടത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ബോർഡ് എക്സാം എഴുതുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവരെ ബലപ്പെടുത്തേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇവിടേക്ക് കടന്നു വരുവാനായിട്ട് യോഗ്യതനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന സ്തോത്ര യാത്രാ ക്രമീകരണങ്ങൾ പുത്തൻ അഭിഷേകത്തോടെ ഇവിടെ കടന്നു വന്ന് സ്തോത്ര ദൈവവേലയിലായിരിക്കാൻ കർത്താവ് സഹായിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ. തുടർന്ന് നടക്കുന്ന ദൈവവചന ശുശ്രൂഷയും ദൈവകരങ്ങളെ സമർപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. പരിശുദ്ധനായ പിതാവേ, സ്വർഗ്ഗസ്ഥനായ കർത്താവേ, ഈ പൽക്കാല സമയം ഞങ്ങളുടെ സന്നിധിയിലേക്ക് കൂടി വരാൻ സഹായിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നത്. ആരാധനയുടെ ആരംഭം മുതൽ എത്രത്തോളം ഞങ്ങളുടെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരുന്ന് വഴിയെടുത്തതിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളെ നിങ്ങൾക്ക് തന്നതിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം തന്നതിനായ സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തിയതിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യത്തിൻ്റെ വിലയിലായിരിക്കാൻ ഇടയാക്കുന്നതിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ കർത്താവേ, നിങ്ങളോട് കൂടെ ഇരുന്ന് വഴിയെടുത്തുന്നതിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. ഇവിടെ കരത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സഭയാ കുടുംബത്തെ
എല്ലാം അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, ഓരോ വ്യക്തി ജീവിതങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയിലൂടെ, രോഗങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ കർത്താവെ അവർക്ക് വിടുതൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഇന്ന് കർത്താവെ ദുഃഖത്തോടെ ഭാരത്തോടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ സന്തോഷം വിടുതൽ പ്രാപിച്ച് മടങ്ങി പോകുവാൻ അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാ സാക്ഷ്യത്തിലൂടെ പ്രാർത്ഥന അപേക്ഷിച്ച അങ്ങയുടെ എല്ലാ വ്യക്തിജീവങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, ഈ മണ്ടേ നാട്ടിലേക്ക് മടങ്ങി പോകുന്ന മാതാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, ദേശത്തായിരുന്നപ്പോൾ അങ്ങയുടെ സാന്നിധ്യ കൃപ കൂടെ ഇന്ന് വഴിയെടുത്തതിനായി സ്തോത്രം ചെയ്ത് കർത്താവെ, വഴിയാത്രയിലെല്ലാം അങ്ങയുടെ കൃപ കൂടെ ഇരിക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്ന ആപത്തുകൾ അനർത്ഥങ്ങളൊന്നും കൂടാതെ മടങ്ങി കർത്താവെ നാട്ടിലെത്തുവോളം സ്വർഗീയ ദൂതഗണത്താൽ കാവൽ ചെയ്ത് കൊള്ളയാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നാട്ടിൽ നിന്ന് കടന്നു വന്ന പ്രിയമങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, നമ്മളോടും കൂടെ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ അല്പ ദിവസങ്ങളായിരിക്കുമ്പോൾ ദൈവകൃപയിലായിരിക്കാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ അങ്കിളിന് വേണ്ടി, ഗ്രാൻഡ് ഫാദറിന് വേണ്ടി എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യഹോവയുടെ വിടുതൽ അനുഭവിപ്പാൻ അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാ അങ്ങയുടെ കർത്താവ് നിറച്ചുകൊള്ളുകയാണെന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ബ്രദറിന്റെ മദറിലോ ഏൽപ്പിക്കുന്ന കർത്താവെ, ഇതിൻ്റെ മകൾ ഈ ദേശത്തായിരിക്കുമ്പോൾ ദൈവകൃപയിലായിരിക്കാൻ അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പനിയുടെ പ്രയാസങ്ങളോ യാതൊരു രോഗങ്ങളൊന്നും ഉണ്ടാകാതെ അങ്ങയുടെ ഉള്ളംകരത്തിൽ കൊള്ളയാണെന്ന് പ്രാർത്ഥിക്കുന്നു. അതാ അവർക്ക് ബ്രദറിനെ ഏൽപ്പിക്കുന്ന കർത്താവ്, എൻ്റെ മന നാട്ടിലായിരുന്നപ്പോഴെല്ലാം അങ്ങയുടെ കരം കൂടെ ഇരുന്ന് വഴിയെടുത്തതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഞങ്ങളുടെ വേലയിലൊക്കെ ഉത്സവനായിരിക്കാൻ അങ്ങ് ഇടയാക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവകൃപയാൽ നിറച്ചുകൊള്ളയാണെന്ന് പ്രാർത്ഥിക്കുന്ന. അതാ ഹല്ലേലൂയ, വേർപാട് ദുഃഖത്തിലായിരിക്കും ഭവനത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, എൻ്റെ മക്കൾക്ക് സ്വർഗത്തിലെ അപ്പച്ചാങ്ങ് ആശ്വാസം പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആശ്വാസം അല്ലാതെ വേറെ ആരുമില്ല കർത്താവെ. മാനസിക കർത്താവെ ആശ്വാസങ്ങൾ ഒന്നിനും പ്രാപ്തമല്ലല്ലോ കർത്താവെ. സ്വർഗത്തിലെ അപ്പച്ചൻ്റെ കൃപ കുടുംബത്തോട് കൂടെ ഇരുന്ന് വഴിയെടുത്തേണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രത്യേകം ജോഷ് മോനെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളാൽ രോഗങ്ങളാൽ ഭാരപ്പെടുന്നല്ലോ കർത്താവെ, നാളെ എക്സ്റേ എടുക്കുമ്പോൾ പൂർണ്ണ വിടുതൽ പ്രാപിച്ചവനായി കർത്താവെ, സ്വർഗത്തിലെ അപ്പച്ചൻ്റെ കരപ്രിയമകന് മേൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന. അതാ അടികൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ യഹോവയുടെ കരപ്രിയമകന്റെ ശരീരത്തിന്മേൽ പരിവർത്തിക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അത്ഭുതകരമായ ഒരു വിടുതൽ പ്രാപിപ്പാൻ ആരോഗ്യത്തോടെ ബലത്തോടെ ഈ ദേശത്ത് മടങ്ങി വന്ന് കർത്താവെ, അവൻ്റെ സ്കൂളിലെ വിദ്യാഭ്യാസത്തിലൊക്കെ ഏർപ്പെടുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യഹോവയുടെ വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, നാളെ പിക്നിക്ക് ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, കർത്താവെ യാതൊരു പ്രകൃതിയുടെ ക്ഷോഭങ്ങളൊന്നും ഉണ്ടാകാതെ കർത്താവെ അങ്ങ് കാത്തു പരിപാലിച്ചു കൊള്ളയാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാവരും കടന്നു വരുവാൻ എല്ലാം അങ്ങയുടെ കൃപയൊരുക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്ന കഥ, അങ്ങയുടെ കരം കൂടെ ഇരിക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ മാസം നടക്കുന്ന കൺവെൻഷൻ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, കടന്നു വരുന്ന കർത്താദാസനെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷനായി മാറുവാൻ, അനേകർ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യഹോവയുടെ വലിയ അത്ഭുത പ്രവൃത്തി ദേശത്ത് വെളിപ്പെട്ട് വരുവാൻ, അങ്ങയുടെ സഭയിൽ വെളിപ്പെട്ട് വരുവാൻ അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ഹല്ലേലൂയ കർത്താവെ, നാളെ സർജറിക്ക് ദേവാന്ത കർത്താദാസനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നതിൻ്റെ മകനും കർത്താവെ, യഹോവയുടെ കരം കൂടെ ഇരിക്കുകയാണെന്ന് പ്രാർത്ഥിക്കുക. യാതൊരു പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഒന്നും കൂടാതെ അങ്ങയുടെ ഉള്ളങ്കരങ്ങളിൽ കാത്തു പരിപാലിച്ച് നടത്തിക്കൊള്ളയാണെന്ന് പ്രാർത്ഥിക്കുന്നതാ. ഹല്ലേലൂയ കർത്താവ്, ഈ ദേശത്തേക്ക് കടന്നു വരുന്ന കർത്താദാസനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ മകൻ്റെ പേപ്പർ വർക്കുകളൊക്കെ കർത്താവ് യാതൊരു പ്രയാസം കൂടാതെ പൂർത്തീകരിപ്പാൻ അനുഗ്രഹത്തോടെ ഈ ദേശത്ത് കടന്നു വരുവാൻ അങ്ങയുടെ കരം കൂടെ ഇരിക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, അങ്ങയുടെ കൃപയാൽ നിറച്ചുകൊള്ളയാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ എല്ലാം കൂടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ്, ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരുടെ ബുദ്ധിമണ്ഡലങ്ങളോടുകൂടെ അങ്ങയുടെ കരം കൂടെ ഇരിക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർ പഠിക്കുന്നതൊന്നും മറന്നു പോകാതെ അവരുടെ ഓർമ്മയിൽ നിന്ന് കർത്താവെ നല്ലപോലെ എക്സാം എഴുതുവാൻ, നല്ലൊരു വിജയം പ്രാപിപ്പാൻ അപ്പച്ചാങ്ങ് കൃപയൊരുക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ കരത്താൻ നിറയ്ക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്ന അതാ തുടർക്ക് വചന ശുശ്രൂഷ ഏൽപ്പിക്കുന്ന കർത്താവെ, അങ്ങയുടെ കരം കർത്താസിനോട് കൂടെ ഇരിക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം നിന്റെ മകൻ ഇന്ന് സഹാറിലേക്ക് കടന്നു പോകുന്ന വഴി യാത്രയിലെല്ലാം അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഉണ്ടാകാതെ പോയി മടങ്ങി വരുവാൻ അപ്പച്ചാങ്ങ് കൃപയൊരുക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങയുടെ കൃപയാൽ നിറച്ചുകൊള്ളയാണ് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗീയ പ്രാർത്ഥനകളെല്ലാം കേട്ടവൾക്കായി സ്തോത്രം ചെയ്യുന്ന സൽമാന മഹത്വം എൻ്റെ അപ്പച്ചന് സലോമനേശ്വര നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി പ്രിയപ്പെട്ട ഒരാൾ വായിക്കാമോ? എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സസ് ഫ്രം 19 through 23. പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക.
വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ആമേൻ. സ്തോത്രം. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചു കൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തന. സ്തോത്രം. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തന. അതുകൊണ്ട് നമുക്കുള്ള ദൈവിക കൽപ്പന, പ്രത്യാശയുടെ സ്വീകാര്യം നാം എല്ലാവരും മുറുകെ പിടിച്ചു കൊള്ളുക. സ്തോത്ര. പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ വഴുമ്പോൾ അവൻ ആ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചു കൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന. വരാമെന്ന് പറഞ്ഞവൻ വരും. സ്തോത്രം. അവന് സമയം തെറ്റുകയില്ല. അഹരോനേക്കാൾ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിനെ വരച്ച് കാണിക്കുന്ന ലേഖനമാണ് എബ്രായ ലേഖനം. മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക്, ടാബർനാക്കിളിൻ്റെ സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ്റെയും പുരോഹിതന്മാരുടെയും ജനത്തിൻ്റെയും പാപം വഹിച്ചുകൊണ്ട് കയറി പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആമേൻ സ്തോത്രം പ്രാർത്ഥനയർപ്പിക്കുന്ന ഒരു പ്രവണത പഴയ നിയമകാലത്തുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ മഹാപുരോഹിതൻ അവൻ ആണ്ടിലൊരിക്കൽ മാത്രം അതിപരിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷിക്കുമ്പോൾ ക്രിസ്തുവിനെ സേവിക്കുന്ന, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലിന് ഓരോ ദിവസവും ഓരോ നിമിഷവും ഏത് സമയത്ത് അവൻ സ്തോത്ര വിശുദ്ധനായവൻ്റെ സമീപത്തേക്ക് വരുവാൻ അവൻ ആ ഭാഗ്യവും അവകാശവും ലഭിച്ചിരിക്കുന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയണം. ഇതാണ് നാം വായിച്ച ഭാഗത്ത് വളരെ വ്യക്തതയോടെ പറയുന്നത്. സ്തോത്രം. ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക്, അതിവിശുദ്ധനായവൻ്റെ സന്നിധിയിലേക്ക് ഏത് സമയത്തും അടുത്തു വരുവാൻ യോഗ്യത ലഭിച്ചിട്ടുള്ള ദൈവമക്കളാണ് നാം ഓരോരുത്തരും. ഒരു കാലത്ത് സാധാരണക്കാർക്ക് മാത്രം പ്രവേശനം ലഭിച്ചിരുന്ന ഒരിടം. അതാണ് 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ സ്തോത്രം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. 9-ാമത്തെ അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളും കൂടെ ഒന്ന് ചേർത്ത് വായിക്കുന്നത്. ആ ആ ആ ആ ആ ആ ആമേൻ സ്തോത്രം. വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നിടത്ത് രണ്ടാമത്തേതിൽ അതിവിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം സ്തോത്രം ചെല്ലും, രക്തം കൂടാതെയല്ല. അത് അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. സ്തോത്രം. അങ്ങനെ അവൻ ആണ്ടിലൊരിക്കൽ മാത്രം കയറി ചെന്നിരുന്ന ഒരു സ്ഥാനത്ത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൃപാസനത്തോട് ധൈര്യത്തോടെ അടുത്തു വരുവാൻ ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുള്ള ദൈവമക്കള് ആ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ഞാൻ എപ്പോഴും പറയും, സ്തോത്രം പറയാറുള്ള ഒരു കാര്യം, ചിന്തിക്കാറുള്ള ഒരു ഭാഗവുമുണ്ട്. ആമേൻ. നമുക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും ലഭിക്കുന്ന പദവികളൊന്നുമല്ല ഭാഗ്യമെന്ന് പറയുന്നത്. സ്തോത്രം. അത് ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളാണ്. ഈ അവസരങ്ങൾ സ്തോത്രത്തോടെ നാം പ്രയോജനപ്പെടുത്തുന്നവരാകണം. എന്നാൽ ഒരു ഭാഗ്യ പദവി എന്ന് പറയുന്നത് സ്തോത്ര പഴയ നിയമകാലത്ത് സ്തോത്ര ഭക്തന്മാർക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരവസരം പുതിയ നിയമകാലത്ത് തൻ്റെ ജനത്തിന് വേണ്ടി യേശുവിൻ്റെ രക്തം കൊണ്ട് സ്തോത്രം അവിടുന്ന് അമേ സ്തോത്രം അമേ നമുക്ക് നൽകിയിരിക്കുകയാ. സ്തോത്രം. അതത്ര ഏറ്റവും വലിയ ഭാഗ്യ പദവി. ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക്, ദൈവ സന്നിധിയിലേക്ക്, കൃപാസനത്തോട് ധൈര്യത്തോടെ അടുത്തു വരുവാൻ അവിടുന്ന് നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുകയാ. ഇന്ന് പകൽക്കാലവും സ്തോത്രം ദൈവമക്കളോട് ആത്മാർത്ഥമായി പറയട്ടെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി അംഗീകരിച്ച കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവ പൈതലിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യ പദവി ആ കർത്താവിനോട് ഏത് സമയത്തും അടുത്തു വരുവാൻ, നമുക്ക് ധൈര്യത്തോടെ അടുത്തു വരുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പഴയ ഒരു ഉടമ്പടിയുണ്ട്, പുതിയ ഒരു വാതിലുണ്ട്, ഒരു പുതുവഴിയുണ്ട്. അതുകൊണ്ടാണ് 19-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. സ്തോത്രം. പഴയ
ഒരു നിയമം നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ, പ്രത്യേക മോശ സീനായി പർവ്വതത്തിൽ ദൈവത്തോടുള്ള സാന്നിധ്യത്തിലായിരിക്കേണ്ടതിന് കയറിപ്പോകുമ്പോൾ ദൈവം ഒരു കാര്യം അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 19-ാം അധ്യായം 21 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 19 21 മുതൽ 25 വരെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യഹോവ സ്തോത്രം ഇപ്രകാരം പറയുന്നുണ്ട്: യഹോവയുടെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ നശിക്കാതിരിക്കേണ്ടതിന് സ്തോത്രം ആ പർവ്വതത്തോട് അടുക്കരുത്. ഒരതിര് അവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിൽ വിശുദ്ധിയില്ലാതെ വരുന്നവർ നശിച്ചു പോകും. സാധാരണ ജനത്തിന് അവിടെ അടുക്കുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വ്യക്തമായി വിളിച്ചു പറയാം. അമർച്ചയായി കൽപ്പിച്ചിരിക്കുന്നു എന്ന്. നിങ്ങൾക്ക് വേണ്ടി ഒരു അതിര് നിശ്ചയിച്ചിരിക്കുമ്പോൾ ഈ അതിരിനപ്പുറത്തേക്ക് സാധാരണ ജനം കടക്കരുത്. സാധാരണ ജനം കടന്നു കഴിഞ്ഞാൽ അവർ ദൈവ കോപത്തിൽ നശിച്ചു പോകുമെന്ന് ഒരു പഴയ ഉടമ്പടി ദൈവം മോശയോട് കൽപ്പിച്ചെങ്കിൽ, പുതിയ ഉടമ്പടിയായ ഒരു പുതുവഴിയായി ദൈവവചനത്തിൽ വ്യക്തതയോടെ വിളിച്ചു പറയുക, അത് യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടെ അവിടുത്തെ ശരീരം നമുക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ടത് കൊണ്ട് ആ ശരീരം എന്ന ദേഹത്തിൽ കൂടെ നമുക്കൊരു പുതുവഴി തുറന്നു തന്നു. അത് ദൈവത്തിന്റെ അടുക്കലേക്കുള്ള ആ പ്രവേശനമത്രേ. സ്തോത്രം. ഇത് പ്രിയ ദൈവത്തിന്റെ പൈതലെ ഒരു പുതുവഴിയാ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രിഫിക്സ് ഉണ്ട്, ജീവനുള്ള പുതുവഴി, ജീവനുള്ള വഴി. ഇത് യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന വഴിയാ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. വഴിയും സത്യവും ജീവനുമായവനിൽ ആശ്രയിക്കുന്ന സകലർക്കും ലഭിക്കുന്ന ഒരു പുതുവഴിയാ ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ അടുത്തു വരുവാൻ ഇടയായിത്തീരുന്നു എന്നുള്ളത്. സ്തോത്രം. അവർക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ആ പ്രയോജനം, ആ ധൈര്യത്തോടെ അടുത്തു വരുവാൻ സ്തോത്രം നമുക്ക് കഴിയുന്നു എന്നുള്ളത്. ക്രിസ്തുവിൻ്റെ ക്രൂശും മരണം ആ ധൈര്യത്തോട് അടുത്ത് ചെല്ലുവാൻ നമ്മെ പ്രാപ്തരാക്കി. ഈ എബ്രായ ലേഖനം തന്നെ 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്ന, കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഇതിൽ പരം ഭാഗ്യം ലഭിച്ച വേറെ ആരായി ഭൂമുഖത്തുള്ള ദൈവത്തിൻ്റെ പൈതലെ? നാം ഓരോ ദിവസവും ഓരോ നിമിഷവും ഇവിടെ ദൈവസന്നിധി കടന്നു വരുമ്പോൾ എത്ര പേർക്ക് ഉറപ്പുണ്ട്, ഞാൻ ആ ദൈവസന്നിധി കടന്നു വരുവാൻ എന്നെ പ്രാപ്തനാക്കി തീർത്ത ഒരു കർത്താവുണ്ട്, എന്നെ യോഗ്യനാക്കി തീർത്ത ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് ആ വചനം നാം ഇപ്പോൾ വായിച്ചെടുത്ത് പറയുന്ന, കരുണ ലഭിക്കണോ ആ ദൈവസന്നിധിയിൽ കടന്നു വരേണ്ടത് ആവശ്യമാ. സ്തോത്രം. തൽസമയത്ത് കൃപ ലഭിക്കണമോ ആ ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത് ആവശ്യമാ. അമേ സ്തോത്രം. കരുണ ലഭിപ്പാനും തൽസമയത്ത് കൃപ ലഭിപ്പാനുമായി കർത്താവിന്റെ സന്നിധിയിൽ ഏത് സമയത്തും, അതിന് സമയമില്ല പ്രിയപ്പെട്ടവരെ, ഏതോ സമയത്തോ ധൈര്യത്തോടെ അടുത്ത് വരുവാൻ ഭാഗ്യം ലഭിച്ചത് കൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. നാം മുമ്പ് ഓർപ്പിച്ചതുപോലെ, വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ, പഴയ നിയമകാലത്ത് ആണ്ടിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതൻ സ്തോത്രം സകല ജനത്തിൻ്റെയും മഹാപുരോഹിതന്റെയും അബദ്ധത്തിനു വേണ്ടി രക്തവുമായി സ്തോത്രം അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ വചനം നമ്മെ പഠിപ്പിക്കുന്നു, സഹായം ആവശ്യമുള്ളപ്പോഴെല്ലാം, കരുണ ആവശ്യമുള്ളപ്പോഴെല്ലാം, കൃപ ആവശ്യമുള്ളപ്പോഴെല്ലാം ആ ദൈവസന്നിധിയോട് അടുത്ത് ചെല്ലുവാൻ സ്തോത്രം നമുക്ക് അവകാശം ലഭിച്ചിരിക്കുന്നതോർത്ത്, ആ പ്രവേശനം സാധ്യമായതോർത്ത്, തൻ്റെ ജീവൻ നൽകി ജീവനുള്ള പുതുവഴി നമുക്ക് വേണ്ടി നമ്മെ തുറന്ന് തന്നതോർത്ത്, അവിടുന്ന് ചൊരിഞ്ഞ രക്തം ഓർത്ത് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയും? നമുക്ക് ആത്മാർത്ഥമായി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തിട്ട് പറയാൻ കഴിയുമോ? കർത്താവെ, ധൈര്യത്തോടെ ദൈവസന്നിധിയോട് അടുത്ത് വരുവാൻ താക്കവണ്ണ ആ ശരീരം എനിക്ക് വേണ്ടി കീറിയത് കൊണ്ട്, സ്തോത്രം നുറുക്കപ്പെട്ടത് കൊണ്ട്, ആ രക്തം എനിക്ക് വേണ്ടി ചീന്തപ്പെട്ടത് കൊണ്ട്, ആ നിർമ്മലമായ രക്തം, ആ പുണ്യാഹ രക്തം എനിക്ക് വേണ്ടി ഒഴുക്കപ്പെട്ടത് കൊണ്ട്, ആ ശരീരം എന്ന തിരശീല എനിക്ക് വേണ്ടി ചീന്തപ്പെട്ടത് കൊണ്ട് നാഥാ, ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ആത്മാർത്ഥമായി പറയാം,
നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ആമേൻ സ്തോത്രം നുറുക്കിയ ശരീരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവിടുത്തെ ശരീരം ആ ക്രൂശ് മരണത്തിങ്കൽ നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടതിനെ ഓർക്കുമ്പോൾ, അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ചീന്തപ്പെട്ടതിനെ ഓർക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് സ്തോത്രം കരയേറ്റുവാനിടയാണ്. എന്താ ഇത് പറയുന്നതെന്നറിയാമോ? സ്തോത്രം നമ്മുടെയോ നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവരുടെയോ സ്തോത്രം ഒന്ന് ചിന്തിക്കുക. നമ്മളെല്ലാവരും പലവിധ ശാരീരിക ക്ലേശങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാ. സ്തോത്രം ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് മുറിഞ്ഞു എന്നിരിക്കട്ടെ, എത്രമാത്രം വേദനയിലൂടെ നാം കടന്നു പോകുമെന്നറിയാമോ? സ്തോത്രം ഏതെങ്കിലും ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രം മുറിയപ്പെട്ടാലോ സ്തോത്രം ശരീരം ആസകലം വേദനിക്കുന്ന ഒരു അനുഭവം, ശരീരം മുഴുവൻ അത് അനുഭവിക്കുന്ന ഒരു അനുഭവം. സ്തോത്രം കാലിൻ്റെ വേദന, സ്തോത്രം കാലിനൊരു മുറിവ് സംഭവിച്ചാൽ ഞാൻ ഹോസ്പിറ്റലിൽ ശരീരം മുഴുവനായിട്ടാണ് കടന്നു പോകുന്നത്. സ്തോത്രം ശരീരം മുഴുവൻ വേദനിക്കുന്ന ഒരു അനുഭവത്തിലൂടെ നാം കടന്നു പോകുന്നുവെങ്കിൽ സ്തോത്രം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായിരുന്ന യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഉള്ളങ്കാൽ മുതൽ ഉച്ചവരെയോ സ്തോത്രം മുറിക്കപ്പെട്ടത് അവൻ തനിക്ക് വേണ്ടിയിട്ടല്ല, ആ നിഷ്കളങ്കരായ സ്തോത്രം സകല മനുഷ്യരും സകലരും അവനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് വിളിച്ചു പറയുമ്പോഴോ അവൻ സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി, സകല മനുഷ്യരുടെയും അബദ്ധങ്ങൾക്ക് വേണ്ടി എന്റെ യേശു ക്രൂശിൽ മരിച്ചതോർക്കുമ്പോൾ ഹൃദയത്തിന്റെ അകത്ത് നിന്നൊരു സ്തോത്രം ഉയരുവാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ പറയട്ടെ, നമ്മൾ യഥാർത്ഥമായി യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവരാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആ യേശുവിന്റെ ക്രൂശ് മരണത്തിന്റെ ആഴം മനസ്സിലാക്കാത്തവരാ. ശരിയല്ലേ? സ്തോത്രം. ആ യേശു നമുക്ക് വേണ്ടി, പ്രിയ ദൈവത്തിന്റെ പൈതലെ, നാം ഈ തിരുമേശയിൽ നിന്ന് പങ്കാളികളാകുമ്പോൾ ആമേൻ, ഇന്ന് പൊതുവെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ദൈവമക്കളോട് ഞാൻ തുറന്നു പറയട്ടെ. ഇന്ന് കൂടുതൽ പേർക്കും സ്തോത്രം വിടുതൽ മാത്രം മതി. ആമേൻ. അവർ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ ധ്യാനിക്കാനുള്ള സമയമൊന്നുമില്ല. സ്തോത്രം. കേവലം ഈ ഭൂമിയിൽ ജീവിക്കുന്ന 10, 50, 60, 70 എത്രയായാലും കർത്താവ് അനുവദിക്കുന്ന അത്രയും സംവത്സരം അടിച്ചു പൊളിച്ച് എങ്ങനെയാലും ജീവിക്കണം. സ്തോത്രം. ആ കാലം അത്രയും ഒരു വിടുതലുകളിലൂടെ കടന്നു പോകണം എന്ന ചിന്ത മാത്രം ഹൃദയങ്ങൾക്കകത്തേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം ദൈവത്തെ സ്തുതിക്കാൻ എവിടെയാ സമയം കിട്ടുന്നത്? ദൈവത്തെ ആരാധിക്കാൻ എവിടെയാ സമയം കിട്ടുന്നത്? സ്തോത്രം. കർത്താവ് നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന രക്തത്തെ ചിന്തിക്കുവാൻ എവിടെയാ സമയം കിട്ടുന്നത്? ഇന്ന് പകൽക്കാലം സ്തോത്രം ആമേൻ ആ സമയം ചെലവഴിച്ച ഇവിടെ കടന്നു വന്ന് ദൈവത്തിന് മഹത്വം കരേറ്റുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് അടുത്ത വാക്യം അവൻ ഇപ്രകാരം പറയുന്നു. എബ്രായ ലേഖനം തന്നെ 10-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം, ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്തോത്രം. അവൻ സ്തോത്രം ചെയ്യുവാൻ സമയമില്ല. എന്താ കാരണം? അവൻ കേവലം ഈ ഭൂമിയിലുള്ള വിടുതൽ മാത്രം അന്വേഷിക്കുക. സ്തോത്രം. പറയട്ടെ, വിടുതൽ ലഭിച്ചാൽ പിന്നെ ആരാധനയ്ക്കില്ല, സഭായോഗത്തിനില്ല. സ്തോത്രം. അവൻ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം സ്തോത്രം പാസ്റ്ററെ പ്രാർത്ഥിക്കണമേ, ദൈവജനമേ പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഏത് സമയത്തോ കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് കർത്താവേ സ്തോത്രം ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായി, ഞങ്ങളെ പരിപാലിക്കുന്ന വിധങ്ങൾക്കായി, എല്ലാറ്റിലും ഉപരി ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് യാഗമായി തീർന്ന് അവിടുത്തെ കൃപയെ ഓർത്തുകൊണ്ട് ആ കൃപാസനത്തോട് ധൈര്യത്തോടെ എടുത്തു വരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കി അവിടുത്തെ ദയ ഓർത്തുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുവാൻ കഴിയുന്നുവെങ്കിൽ അതിൽ പരം ഭാഗ്യം വേറെ ഇല്ല പ്രിയരേ. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നത് ആരാധനയ്ക്ക്, സ്തോത്രം, ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട ആ വിശുദ്ധ മന്ദിരത്തിൽ ആ ദൈവിക സാന്നിധ്യത്തിൽ ഈ മഹാപുരോഹിതൻ കടന്നു ചെല്ലുന്നത് സ്തോത്രം ശുശ്രൂഷ ചെയ്യുവാനായിട്ട്. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ നാം കടന്നു വരുന്നത് ആരാധിക്കാനാണ്. സ്തോത്രം. അത് മനസ്സിലാക്കുന്നു വരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ നോക്കുക, രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പും ഒക്കെ ഉണ്ട്. ആരെങ്കിലും ഇരുന്ന് ഉറങ്ങുന്നുണ്ട്, എനിക്കിവിടുന്ന് ശരിക്കും കാണത്തില്ല, എന്നാലും ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. സ്തോത്രം. ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്ന ആരാധനയ്ക്കാന്ന് ഉറപ്പുള്ള പ്രിയപ്പെട്ടവരാ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാവോ? സ്തോത്രം. ആമേൻ. എന്നിട്ടും പകുതി പേർക്ക് ആ ബോധ്യം ഒന്നും വന്നിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഈ സ്റ്റേജൊക്കെ കയറിയിട്ട് നമ്മൾ ഇതൊക്കെ തന്നെ പറയുന്നേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ സ്റ്റേജിലേക്ക് വരുമ്പോഴേ നമ്മൾ ഇതൊക്കെ തന്നെ, ഞാൻ പറയുന്ന കാര്യം തന്നെ നമ്മളും പറയത്തില്ലേ? എന്നറിയാം, ദൈവാത്മ നിയോഗം ലഭിക്കുമ്പോൾ സ്തോത്രം ഇവിടെ ഇരുന്ന് നോക്കുമ്പോഴത്തേക്ക് അറിയാം
ആമേൻ. എത്ര പേര് ആരാധനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് ഈ വിശുദ്ധ മന്ദിരത്തിലേക്ക്? സ്തോത്ര കർത്താവ് ആമേൻ എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിന് മഹത്വം കരേറ്റാനാണത്. ഉത്തമ ബോധ്യമുള്ള ദൈവമക്കൾ ആമേൻ ധൈര്യത്തോടെ പറയണം, കർത്താവേ ഞാൻ ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിന് മഹത്വം കരേറ്റാനാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ ഞാൻ ഒന്നും കൂടെ പറയട്ടെ, പ്രാർത്ഥിക്കാത്തവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ നമ്മുടെ കർത്താവിന് അറിയാം. സ്തോത്രം ചെയ്യാത്തവരെ കൊണ്ട് സ്തോത്രം ചെയ്യിപ്പിക്കാൻ നമ്മുടെ കർത്താവിന് അറിയാം. സ്തുതിക്കാത്തവരെ കൊണ്ട് സ്തുതിപ്പിക്കാൻ നമ്മുടെ കർത്താവിന് അറിയാം. ഞാൻ സ്തോത്രം ഇത് പറഞ്ഞപ്പോൾ ഞാനൊരു സംഭവം ഓർക്കുന്നത് കൊണ്ട് അതുകൂടെ പറയാം. ഒരിക്കലൊരു സഹോദരൻ, ഇദ്ദേഹം അത്യാവശ്യം പുകവലിക്കുന്ന കൂട്ടത്തിലാണ്, എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തോട് ഞാൻ പല പ്രാവശ്യം ചെന്ന് പറഞ്ഞു, സഹോദര ഇത് തെറ്റായി ചെയ്യുന്നത്, ഒരിക്കലും എന്ത് ചെയ്യരുത്. അതിൻ്റെ ഒരു ചെറുപ്പകാലം തൊട്ടേ അദ്ദേഹം പുകവലിക്കും. അപ്പം അദ്ദേഹത്തോട് ഞാൻ കാണുമ്പോഴെല്ലാം പറയും, സഹോദരി ഇത് തെറ്റാ. അപ്പം അങ്ങനെ ഞങ്ങൾ എന്നെ അതുകൊണ്ട് ഇദ്ദേഹം കാണുമ്പോൾ എന്നെ കാണുമ്പോഴത്തേക്ക് ഇദ്ദേഹം മാറിപ്പോയി ഒളിഞ്ഞു നിന്ന് പുകവലിക്കും. അങ്ങനെ ഞങ്ങൾ ഒരു ദൂരയാത്ര കല്യാണാലോചനയ്ക്ക് പോയ സമയത്തും ആമേൻ ഇദ്ദേഹം എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയി ഒളിഞ്ഞു നിന്ന് പുകവലിച്ച് പലരും പറഞ്ഞു. അതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക്, കുറച്ച് നാളുകൾക്ക് ശേഷം ഇദ്ദേഹത്തിന് ശാരീരികമായ ഒരു പ്രയാസം നേരിട്ടു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ആമേൻ സ്തോത്രം ക്യാൻസർ വന്നു. അത് ഡയഗ്നൈസ് ചെയ്തു ക്യാൻസറാണ്. ആമേൻ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ആമേൻ ഇദ്ദേഹം ചികിത്സയിലായിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഇദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ ഇദ്ദേഹം എന്നോട് പറയുക, പാസ്റ്ററെ ആമേൻ പുകവലിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ദൈവം പാസ്റ്റർ പ്രാർത്ഥിക്കണം ശക്തമായിട്ട്, എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു തന്ന് എൻ്റെ ആരോഗ്യം എനിക്ക് പൂർണ്ണമായി തിരിച്ചു തരുവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ് 100 പേരോടെങ്കിലും ഞാൻ പറയും പുകവലിക്കരുതെന്ന്. സ്തോത്രം. ഒരു സമയത്ത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാ, എന്ത് ചെയ്യരുത്, വലിക്കരുത്. ഇപ്പോഴാണ് ഈ കാര്യം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് ബോധ്യമുണ്ടായത്, ഇനി ഞാൻ മറ്റുള്ളവരോട് എന്ത് ചെയ്യും. അപ്പം ഞാൻ ചിന്തിക്കും, ഇദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞാലും ഇതൊക്കെ തന്നെ ആയിരിക്കും. സ്തോത്രം. അവർക്കും എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിയുമ്പോഴല്ലേ ഇത് ചിന്തിക്കത്തുള്ളൂ. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ഏതെങ്കിലും ഒരു വിഷയം വന്നിട്ടല്ല നാം തീരുമാനമെടുക്കേണ്ടത്. സ്തോത്രം. അതിന് മുൻപേ ദൈവസന്നിധിയെ തീരുമാനമെടുത്ത് പറയണം, കർത്താവേ അവിടുന്ന് എന്നെ വീണ്ടെടുത്തത് കൊണ്ട്, അവിടുന്ന് എനിക്ക് നൽകിയ അവസരം ഓർത്തുകൊണ്ട്, ആ കൃപാസനത്തോട് ധൈര്യത്തോട് അടുത്ത് വരുവാൻ ഉള്ള ഭാഗ്യം എനിക്ക് നൽകിയത് കൊണ്ട്, അവകാശം എനിക്ക് നൽകിയത് കൊണ്ട് ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുക. സ്തോത്രം. പ്രൈസ് ഗോഡ്. ആമേൻ. അടുത്ത പദം, ഒന്ന് ധൈര്യത്തോടെ നമുക്ക് അടുത്തു വരണം, കൃപാസനത്തോട് അടുത്തു വരണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. 2, ഈ ദൈവാലയത്തിൻ്റെ മേൽ ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. 21-ാമത്തെ വാക്യം, ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്ക് ഉള്ളത് കൊണ്ട്. സ്തോത്രം. ഈ മഹാപുരോഹിതൻ ഉള്ളിടത്തൊരു പ്രത്യേകതയുണ്ട്. അവിടെ ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ആരാധന ഉയരുന്ന ഒരിടമായി മഹാപുരോഹിതൻ ഉള്ളത്. സ്തോത്രം. അതുകൊണ്ടാണ് ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ സ്തോത്രം നമ്മോട് അറിയിച്ചിരിക്കുന്നത്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാനുണ്ടെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ട്. സ്തോത്രം. സകല സ്തോത്രം മഹാപുരോഹിതന്മാരെ കാട്ടിലും ശ്രേഷ്ഠനായ ഒരു മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് സ്തോത്രം നാമ കർത്താവിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയും. ഒന്നും കൂടെ വ്യക്തമാക്കാം. ആദ്യ മഹാപുരോഹിതനായിരുന്ന അഹരോനേക്കാൾ ശ്രേഷ്ഠനായൊരു മഹാപുരോഹിതൻ സ്തോത്രം നമുക്ക് വേണ്ടി സ്തോത്രം ആകാശ മേഘങ്ങളിൽ എടുക്കപ്പെട്ടത് കൊണ്ട്, നമുക്ക് മുമ്പായി കടന്നു പോയിട്ടുള്ളത് കൊണ്ട്, ആ മഹാപുരോഹിതന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയണം. സ്തോത്രം. ഈ മഹാപുരോഹിതന്റെ സന്നിധിയിൽ ദൈവാലയത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ എങ്ങനെ കടന്നു വരണമെന്നാണ് അടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം മതി വാസനെ. പരമാർത്ഥ ഹൃദയത്തോടെ എന്ത് ചെയ്യണം? അടുത്ത് ചെല്ലണം. സ്തോത്രം. ഈ ആലയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ശരീരം കഴുകണമായിരുന്നു. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4-ാമത്തെ വാക്യം, ശരീരം മുഴുവൻ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഈ ദൈവാലയത്തിലേക്ക് പ്രവേശിക്കാൻ. അതാണ് പഴയ നിയമകാലത്തിൻ്റെ രീതി. എന്നാൽ സ്തോത്രം ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് മാത്രമാണ് പുരോഹിത വസ്ത്രം ധരിച്ച് ഉള്ളിലേക്ക് കയറേണ്ടത്. ഇവിടെ പുറമെയുള്ള ശുദ്ധീകരണം ആവശ്യമായിരിക്കുമ്പോൾ തന്നെ പുറമെയുള്ള ശുദ്ധീകരണത്തെക്കാൾ
ആന്തരിക വിശുദ്ധിക്കാണ്, ശുദ്ധീകരണത്തിനാണ് ദൈവവചനം, പുതിയ നിയമം പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്, ദുർമനസ്സാക്ഷി നീങ്ങുമാർ സ്തോത്ര ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി സ്തോത്രം വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട്. ഒന്ന് ദുർമനസ്സാക്ഷി മാറിയ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ദൈവസന്നിധി കടന്നു വരുമ്പോൾ പറയത്തില്ല, ഏകാഗ്രതയോടെ വേണം ദൈവസന്നിധിയിൽ ഇരിക്കാൻ. ഏകാഗ്രതയോടെ വേണം, മുൻവിധിയോടുകൂടെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രിയ ദൈവത്തിൻ്റെ വൈദ്യുതി വന്നിരുന്ന സമയം ചെലവഴിച്ച് പോകാമെന്നല്ലാതെ യാതൊരു പ്രയോജനം എന്ത് ചെയ്യത്തില്ല. സ്തോത്രം. പണ്ട് കയ്യിൻ്റെ മുഖം വാടിയെന്നാണ് പറഞ്ഞു. മുഖം എന്ത് ചെയ്തു? വാടി. സ്തോത്രം. ദൈവസന്നിധിയിൽ ആമേൻ സ്തോത്രം, ആ വഴിപാട് അർപ്പിച്ചിട്ട് തിരിച്ചു പോകുന്നവൻ്റെ മുഖം വാടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവന് വേണ്ടത്ര സന്തോഷം അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാ. സ്തോത്രം. കാരണം എന്താ? നമ്മൾ താൻ ചിന്തിക്കുന്നത് ഹാബേലിനെ കുറിച്ച് മുൻവിധിയോടെ കടന്നു വന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് വേറൊരു സഹോദരിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ, ഹന്നയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദൈവാലയത്തിൽ സകലരുടെയും കൂടെ കടന്നു വന്നപ്പോൾ കടന്നു വന്നത് പ്രയാസത്തോടെയും വേദനയോടെയൊക്കെയാ. പിന്നെ അവിടെ എഴുതിയിരിക്കുന്നു, അവളുടെ മുഖം വാടിയതുമില്ല, അവൾക്ക് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. ആ കടന്നു വന്നിരിക്കുമ്പോൾ ഏകാഗ്രതയോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ തന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുമ്പോൾ തനിക്കൊരു ഉറപ്പുണ്ട്. സ്തോത്രം. ഞാൻ ഇനി കടന്നു വരുമ്പോൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കാര്യം എന്നോട് കൂടെ ചലിക്കുമെന്ന ഉറപ്പ് അവക്കുള്ളത് കൊണ്ട് പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. പ്രിയ ദൈവത്തിന്റെ പൈതലെ, സ്തോത്രം, ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ മറ്റു ചിന്തകളെല്ലാം വെടിഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലവും ദൈവാത്മാവിന്റെ നിയോഗത്തെ വിളിച്ചു പറയാം. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. ആരാധന കഴിഞ്ഞ് നാം ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ മുഖം വാടാതെ വണ്ണം സൂക്ഷിപ്പാൻ ശക്തനായ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവാലയത്തിലേക്ക് കടന്നു വരുന്ന ഓരോ ദൈവ പൈതലിൻ്റെയും മനസ്സാക്ഷി ശുദ്ധീകരിക്കപ്പെട്ടതാകണം. 9-ാം 13-14 വായിക്കേണ്ട സമയം മുന്നോട്ട് പോയി. 13-14 വാക്യങ്ങൾ പിന്നീട് വായിച്ചാലും മതി. ദൈവത്തെ ആരാധിക്കുവാൻ സ്തോത്രം കടന്നു വരുന്ന ഓരോ ദൈവ പൈതലിൻ്റെയും മനസ്സാക്ഷി ശുദ്ധീകരിക്കപ്പെട്ടതാകണം, അല്ലെങ്കിൽ ആരാധിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാ. സ്തോത്രം. വളരെ വ്യക്തമാണ്. ദൈവത്തിന് നിഷ്കളങ്കനായി അർപ്പിച്ച സ്തോത്രം നമ്മെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരായി പരമാർത്ഥ ഹൃദയത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ, വിശ്വാസത്തിൻ്റെ പൂർണ്ണതയോടെ നമ്മെ ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഓരോ ദൈവ പൈതലിനെയും അനുഗ്രഹിക്കാതിരിക്കുവാൻ സ്തോത്രം നമ്മുടെ കർത്താവിന് കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം ഇന്ന് പകല് മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. അവിടെ ഒരു പദവും കൂടെ പറഞ്ഞ് ഞാനിവിടെ നിർത്താം. അവിടെ എഴുതിയിരിക്കുക, വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട്. സ്തോത്രം. ഈ എബ്രായ ലേഖനം തന്നെ 3-ാം അധ്യായം അതിൻ്റെ ആരംഭവാക്യം മുതൽ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയെ വിവരിച്ചിരിക്കുന്ന ഒരു ഭാഗം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ എഴുതി വച്ചിട്ടുണ്ട്, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന്. എൻ്റെ 12-ാമത്തെ വാക്യം, ആമേൻ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും എന്ത് ചെയ്യരുത്, ഉണ്ടാകരുത്. ആമേൻ. സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയെ ആവിഷ്കരിച്ചിട്ട് പുതിയ നിയമസഭയോട് പറയുകയാ, സ്തോത്രം, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം എന്ത് ചെയ്യരുത്, നിങ്ങൾക്കാർക്കും ഉണ്ടാകരുത്. സ്തോത്രം. ആമേൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി ഒരു മഹാപുരോഹിതനായി ആമേൻ സ്തോത്രം വിശുദ്ധ മന്ദിരത്തോട് അടുത്ത് വരുവാൻ തക്കവണ്ണം നമുക്ക് ധൈര്യം നൽകിയിരിക്കുന്നത് കൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടെ, ആ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പ്രാപിച്ച, എന്താ ഈ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന്, സ്തോത്രം, വരാമെന്ന് പറഞ്ഞവൻ മടങ്ങി വരുമെന്ന്, സ്തോത്രം, അതിനി അധികം താമസമില്ലെന്ന്, അത്
മാത്രമല്ല ഈ മരുഭൂമിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ ജീവിക്കുന്ന അത്രയും കാലത്തോളം പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനത്തെ അതിശയകരമായി അത്ഭുതകരമായി മരുഭൂമിയിലൂടെ നടത്തിയ കർത്താവ്, കനാൻ നാടിനെ സ്വപ്നം കണ്ടവരെ അത്ഭുതകരമായി നടത്തിയ കർത്താവ്, പുതിയ നിയമ കനാൻ ദേശത്തിന് വേണ്ടി പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവമക്കളെ അതിശയകരമായി ഈ ഭൂമിയിൽ നടത്തുവാൻ ശക്തനാണെന്നോ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്നുള്ള ഉറപ്പ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തിട്ട് പറയുവാൻ കഴിയുമോ? ആ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഈ എബ്രായ ലേഖനം മുഴുവൻ ഇങ്ങനെയുള്ള നമ്മുടെ പ്രത്യാശ ഉണർത്തുന്ന വാക്യങ്ങളാണ്. നാം ഓരോരുത്തരും ആ ദൈവിക വാഗ്ദത്തത്തിൻ്റെ അവകാശികളാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, കപ്പലിനെ ആഴക്കടലിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു നങ്കൂരത്തെക്കുറിച്ച് അവിടെ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആത്മാവിൻ്റെ നങ്കൂരം. ഞാൻ മുമ്പ് ഓർപ്പിച്ചിട്ടുള്ളതുപോലെ ഈ നങ്കൂരം സ്തോത്രം ആഴക്കടലിലുണ്ട് എന്ന് കപ്പലിലിരിക്കുന്നവർക്ക് അറിയാം. അതിൻ്റെ കാരണം അവർ സ്തോത്രം ഈ കപ്പൽ വലിയ കാറ്റും കോളും വന്നിട്ടോ ചെറിയൊരു ഇളക്കമല്ലാതെ ഇത് തകരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? സ്തോത്രം ആഴക്കടലിൽ ഇതിനെ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ടെന്ന് കപ്പലിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം. സ്തോത്രം എന്നതുപോലെ ആത്മാവിൻ്റെ നങ്കൂരം ഇട്ടിട്ടുള്ളത് കൊണ്ട് ആ പ്രത്യാശയോടെ അരുമനാഥന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരുമിച്ച് പറയുവാനായിട്ട് കഴിയലോ. പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ ഈ ഭൂമിയിൽ ആഞ്ഞടിച്ചാലോ അതൊന്നും എന്നെ തകർത്ത് കളയാതെ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പ്രാപിച്ചുകൊണ്ട് ഉറപ്പിച്ച് നിർത്തുന്നത് പ്രത്യാശ എന്ന ഈ ആത്മാവിന്റെ നങ്കൂരമാണ്. സ്തോത്രം. അതുകൊണ്ട് ആ പഴയ നിയമ ഭക്തന്മാരും ആദ്യകാല വിശുദ്ധന്മാരുമൊക്കെ സ്തോത്രം ഈ വിശ്വാസത്യാഗത്തിൻ്റെ കപ്പലിൻ്റെ കൊടുങ്കാറ്റിൽ അവർ തകർന്നു പോയില്ല. സ്തോത്രം. ഞാൻ ഒരു വാക്കും കൂടെ ആവർത്തിച്ച് ഇവിടെ നിർത്താം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന. സ്തോത്രം. മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നമുക്ക് വേണ്ടി മഹാപുരോഹിതനായി ആ നിത്യനാട്ടിലേക്ക് മുന്നമേ പ്രവേശിച്ചവനാ. സ്തോത്രം. ദൈവം വാഗ്ദത്തം ചെയ്തത് നിത്യജീവന്റെ പ്രത്യാശയാണെന്ന് തീത്തോസിന്റെ ലേഖനം നമ്മെ പഠിപ്പിക്കുകയാ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, നാം പ്രാകാരത്തിൽ നിൽക്കേണ്ടവരല്ല, പുറത്ത് നിൽക്കേണ്ടവരല്ല. സ്തോത്രം. പുറത്ത് നിൽക്കേണ്ട കാലം കഴിഞ്ഞു. ആ യേശുക്രിസ്തുവിന്റെ രക്തം ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരായി വിശുദ്ധിയോടെ വേർപാടോടെ നിർമ്മലതയോടെ സ്തോത്രം അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആ മഹാപുരോഹിതന്റെ സാന്നിധ്യം ഉള്ളിടത്തേക്ക് 2-3 പേരെന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാനുണ്ടെന്ന് അരുളി ചെയ്ത ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ അടുക്കേക്ക് ഏത് സമയത്തും ഏത് കാലത്തും കൃപ ലഭിപ്പാനും തൽസമയത്ത് കരുണ ലഭിപ്പാനും കൃപ ലഭിപ്പാനുമായി ധൈര്യത്തോടെ അടുത്തു വരുവാൻ നമുക്ക് കഴിയട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പകൽക്കാലം കേൾക്കപ്പെട്ട ദൈവികാലോചനയ്ക്ക് മുമ്പാകെ ഒരു നിമിഷം നമ്മെ സമർപ്പിച്ചു കൊടുത്തിട്ട് പറയാം, അതേ കർത്താവേ, ധൈര്യത്തോടെ അടുത്തു വരുവാൻ, കൃപാസനത്തോടെ അടുത്തു വരുവാൻ ആമേൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം. കർത്താവേ, അടിയനെ ഏൽപ്പിക്കുന്നു, ജനത്തെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ഭാഗ്യ പദവിക്കായി സ്തോത്രം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് ഉറച്ചുകൊണ്ട് ഏത് സമയത്തും അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുവാനുള്ള അവകാശവും അവസരവും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൃപയ്ക്കായി ഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയിൽ മാത്രം ഞങ്ങൾ ആശ്രയിക്കുന്നു. നാഥാ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രത്തോടെ നാം തിരുമേശയിലേക്ക് പ്രവേശിക്കുകയാണ്. ആമേൻ. ഒരു നിമിഷം ആമേൻ. തിരുമേശയിൽ നിന്ന് പങ്കാളികളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസന്മാർ ഈ സമയത്ത് മുമ്പോട്ട് കടന്നു വരും. കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷകനായി ജീവിതത്തിൽ അംഗീകരിച്ച് കർത്താവിന് വേണ്ടി ആമേൻ നിലകൊള്ളും.